ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. BJPയെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റം ഈ മേഖലയിൽ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നേടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഉള്ളൂ ആ ഒരു മാജിക് ഫിഗറിലേക്കൊക്കെ BJPക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. മൊത്തം 142 മണ്ഡലങ്ങളിലേക്കാണ് ഇനി രണ്ടാം ഘട്ടത്തിൽ അന്തിമഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 182 മണ്ഡലങ്ങളിലേക്കാണ് ജനവിധി നടന്ന് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മമതാ ബാനർജിയുടെ കോട്ടകളാണ് ഈ സൗത്ത് ബംഗാൾ എന്ന് പറയുന്നത്. 7 ജില്ലകളിലായിട്ടാണ് ഈ 142 മണ്ഡലങ്ങൾ വരുന്നത്. കൊൽക്കത്ത, ഹൗറ, ഹുഗ്ലി, നോർത്ത് 24 പർഗനാസ്, സൗത്ത് 24 പർഗനാസ്, ഈസ്റ്റ് ബർദമാൻ, നാദിയ, ഇങ്ങനെയാണ് ഈ ജില്ലകൾ കിടക്കുന്നത്. അപ്പോൾ ഈ ജില്ലകളിൽ എത്ര മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 60 സീറ്റെങ്കിലും പാർട്ടിക്ക് പിടിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ നല്ലൊരു പെർഫോമൻസ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വിലയിരുത്തലാണ്. അമിത്ഷാ പറയുന്നത് 110-ലധികം സീറ്റുകൾ നേടും എന്നുള്ളതാണ്. 182 110-ലധികം സീറ്റുകൾ BJP നേടുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഒരു 90 മുതൽ 100 എന്നുള്ള രീതിയിലുള്ള ഒരു ഫിഗറിൽ BJP എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാജിക് നമ്പറിൽ എത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 55-60 സീറ്റെങ്കിലും രണ്ടാം ഘട്ടത്തിൽ പിടിക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ട് BJPക്ക് മുമ്പിലുള്ളത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 142 മണ്ഡലങ്ങളിൽ വെറും 18 മണ്ഡലങ്ങളാണ് BJPക്ക് ജയിക്കാൻ സാധിച്ചത്. 123 മണ്ഡലങ്ങളും തൃണമൂൽ കോൺഗ്രസ് ആണ് വിജയിച്ചത്. വോട്ട് ഡിഫറൻസ്, അതായത് പെർസെൻറ്റേജിൽ വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് 13% വരും. പക്ഷേ 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ BJPക്ക് കുറച്ചൊക്കെ ആശ്വാസം നൽകുന്ന കണക്കുകളാണ്. കാരണം അന്നാണ് BJP വലിയൊരു മുന്നേറ്റം ആദ്യമായിട്ട് സംസ്ഥാനത്ത് ഉണ്ടാക്കി മമതാ ബാനർജിയെ ഞെട്ടിച്ച് 18 ലോക്സഭാ സീറ്റുകൾ പിടിച്ചത്. അന്ന് സൗത്ത് ബംഗാളിൽ ഈ 142 മണ്ഡലങ്ങളിൽ 37 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താൻ BJPക്ക് സാധിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18 മണ്ഡലങ്ങളിലാണ് BJP ജയിച്ചത്. പക്ഷേ 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 37 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താൻ BJPക്ക് കഴിഞ്ഞു. ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും 27 മണ്ഡലങ്ങളിൽ BJPക്ക് ഒന്നാമതെത്താൻ സൗത്ത് ബംഗാളിൽ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ വലിയൊരു പ്രചരണം തന്നെയാണ് പാർട്ടി അവിടെ അഴിച്ചുവിട്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ ക്യാമ്പ് ചെയ്തിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള. മോദി ഇടയ്ക്കിടയ്ക്ക് വന്ന് റാലികളിൽ പങ്കെടുത്തു. അമിത്ഷാ ആണെങ്കിൽ പൂർണ്ണമായും ഏതാണ്ട് 2 ആഴ്ചയോളം ബംഗാളിൽ താമസിച്ചാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ BJPക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ആൻറ്റി ഇൻകംബൻസി വളരെ ഹെവി ആയിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഈ പറയുന്ന കൊൽക്കത്തക്ക് ചുറ്റുമുള്ള മണ്ഡലങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ജില്ലകളിൽ 7 ജില്ലകളിൽ 3 ജില്ലകളിലാണ് BJPക്ക് സീറ്റുകൾ ലഭിച്ചത്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ BJPക്ക് ലഭിച്ചത് നദിയ ജില്ലയിലാണ്. നദിയ ജില്ലയിൽ BJPക്ക് 9 സീറ്റും തൃണമൂൽ കോൺഗ്രസിന് 8 സീറ്റുമാണ് ലഭിച്ചത്. അതായത് BJPക്ക് കൂടുതൽ സീറ്റുകൾ നദിയ ജില്ലയിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ ലഭിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത. മത്തുവ കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണയാണ് ഇവിടെ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുണമായത്. ഇത്തവണയും മത്തുവ കമ്മ്യൂണിറ്റി BJPക്കൊപ്പം നിലയുറപ്പിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പാർട്ടിക്കുള്ളത്. പിന്നെ BJP 5 സീറ്റുകൾ നേടിയത് നോർത്ത് 24 പർഗനാസിലാണ്. നോർത്ത് 24 പർഗനാസിൽ ബാക്കി സീറ്റുകളെല്ലാം, അതായത് 33-ൽ 28 സീറ്റും തൃണമൂൽ കോൺഗ്രസ് നേടി. 5 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. ഇത്തവണ ഇവിടെ ഒരു 15 മുതൽ 20 സീറ്റ് വരെ BJPക്ക് നേടാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഒന്നാമത് ഈ ആർജിക്കർ വിഷയത്തിൻ്റെ ഒരു എപ്പിസെൻ്ററാണ്. ആർജിക്കർ വിഷയത്തിൽ ഇരയായ പെൺകുട്ടിയുടെ അമ്മ മത്സരിക്കുന്ന പാനിഹത്തി എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. ഇത് നോർത്ത് 24 പർഗനസിലാണ്. അതുകൂടാതെ തന്നെ ബരക്പൂരിലൊക്കെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. അവിടേക്ക് ഇപ്പം വലിയ വികസനം മുരടിപ്പുണ്ട്. ഫാക്ടറികളെല്ലാം പൂട്ടി ഒരുപാട് വികസന വിഷയങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ഉയർത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. വികസന മുരടിപ്പ്, അതുകൂടാതെ വിമൻ സേഫ്റ്റി എന്നുള്ള വിഷയം, പിന്നെ ഈ അമിതമായിട്ടുള്ള എക്സസീവായിട്ടുള്ള മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് തൃണമൂൽ കോൺഗ്രസിൻ്റെ. അപ്പോൾ ഇതെല്ലാം വലിയൊരു ചർച്ചയാക്കാൻ ഈ പറയുന്ന നോർത്ത് 24 പർഗനാസിൽ സാധിച്ചിട്ടുണ്ട്. ബാരക്പൂരിൽ പ്രധാനമന്ത്രിയുടെ ഒരു കൂറ്റൻ റാലിയൊക്കെ ഉണ്ടായിരുന്നു. വൻ ജനപങ്കാളിത്തമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇത്തവണ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം BJPക്ക് ഉണ്ട്. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ല എന്ന് പറയുന്നത് ഹൂഗ്ലി ജില്ലയാണ്. ഹൂഗ്ലി ജില്ലയിൽ ആകെ 18 മണ്ഡലങ്ങളാണുള്ളത്. ഈ 18 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 4 മണ്ഡലങ്ങളിൽ BJPക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഇത്തവണ ഇവിടെയും ഒരു മുന്നേറ്റം പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ വരുന്ന സ്ഥലങ്ങളിലൊന്നും, അതായത് 7-ൽ
3 ജില്ലകളിൽ മാത്രമാണ് 2021 ബി ജെ പിക്ക് സീറ്റുകൾ ലഭിച്ചത്. ബാക്കിയുള്ള 4 ജില്ലകളിലും ബി ജെ പിക്ക് സീറ്റുകൾ ലഭിച്ചിട്ടില്ല. ഇതിൽ തന്നെ സൗത്ത് 24 പർഗനാസ് അല്പം മുസ്ലിം ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ്. 30% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു മേഖലയാണ്. അപ്പം ഇവിടെ തൃണമൂലിൻ്റെ ഒരു കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത്തവണയും വലിയൊരു മുന്നേറ്റം അവിടെ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഒരു 3-4 സീറ്റുകൾ അവിടെ ജയിക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 31-ൽ 30 സീറ്റും നേടിയത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഒരു സീറ്റ് ISF എന്ന് പറയുന്ന മുസ്ലിം പാർട്ടിക്കാണ് ലഭിച്ചത്. പിന്നെ വരുന്ന സ്ഥലങ്ങളാണ് ബി ജെ പി ഇത്തവണ പ്രതീക്ഷ അർപ്പിക്കുന്ന മറ്റ് മേഖലകൾ. ഒന്ന് കൊൽക്കത്തയാണ്. കൊൽക്കത്തയിൽ 11 സീറ്റുകളാണ് ആകെയുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയൊക്കെ നേതൃത്വത്തിൽ അമിത്ഷായൊക്കെ നല്ല രീതിയിൽ ക്യാമ്പയിനിങ് നടത്തിയ നഗര മേഖലകളുണ്ട് അവിടെ. അപ്പോൾ അവിടെ എത്രത്തോളം മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ബി ജെ പിക്ക് മുമ്പുള്ള ഒരു പ്രധാന ചോദ്യം. കാരണം കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ, കൊൽക്കത്ത നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 140-ൽ 40 വാർഡുകളിൽ വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു. ഭവാനിപ്പൂർ മണ്ഡലം, മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും തമ്മിൽ നടക്കുന്ന ഫിയേഴ്സ് ബാറ്റിലൊക്കെ നടക്കുന്ന ആ ഒരു മണ്ഡലം വരുന്നത് ഈ കൊൽക്കത്ത മേഖലയിലാണ്. അവിടെയാണെങ്കിൽ ഈ SARൻ്റെ ഇമ്പാക്റ്റ് വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. 50,000 വോട്ടുകളാണ് ഭവാനിപ്പൂർ മണ്ഡലത്തിൽ മാത്രം ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ തവണ മമതാ ബാനർജി 50,000-ൽ താഴെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്ന് ജയിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് മാറും. ഈ SIRൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് 2ാം ഘട്ടത്തിലെ 142 മണ്ഡലങ്ങളാണ്. അവിടെയാണ് കൂടുതലായിട്ട് ഡിലീഷൻസ് നടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തേക്കാൾ ഒരു ഡബിൾ ഇമ്പാക്റ്റ് പല മണ്ഡലങ്ങളിലും 2ാം ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. 33 മണ്ഡലങ്ങളിൽ സൗത്ത് ബംഗാളിലെ 2ാം ഘട്ടത്തിൽ ജനവിധി നടക്കുന്ന 33 മണ്ഡലങ്ങളിൽ ആ ഒരു മാർജിൻ, അതായത് TMCയും BJPയും തമ്മിലുള്ള മാർജിൻ അതിനേക്കാൾ കൂടുതലാണ് വോട്ടർ ഡിലീഷൻ ഉണ്ടായിരിക്കുന്നത്. അതായത് വെട്ടിമാറ്റപ്പെട്ട വോട്ടുകളുടെ എണ്ണം തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, വോട്ട് മാർജിൻ, അതിനേക്കാൾ കൂടുതലാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പോരാട്ടങ്ങളിൽ എന്തും സംഭവിക്കാം, പ്രവചനാതീതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ഇത് BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. പ്രത്യേകിച്ച് ഇല്ലീഗൽ ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അത് മമതാ ബാനർജിക്ക് ഒരു തിരിച്ചടിയാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ സൗത്ത് ബംഗാളിൽ തന്നെ 17 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ അത്യാവശ്യം നല്ല പോരാട്ടമാണ് നടന്നത്. പല മണ്ഡലങ്ങളിലും 10,000-നും 5,000-നും താഴെയുള്ള ഭൂരിപക്ഷത്തിനാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചത്, BJPയെ തോൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ആൻറ്റി ഇൻകംബൻസി, മറ്റു വിഷയങ്ങൾ, വികസന മുരടിപ്പ്, പിന്നെ അതുകൂടാതെ ഈ മൈനോറിറ്റി അപ്പീസ്മെൻറ്റ്, ഇതൊക്കെ വലിയ ചർച്ചയാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു കൺസോളിഡേഷനും ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു മേഖലയിലുള്ള ആ ഒരു സീറ്റിലെ നിലയിലൊക്കെ മാറ്റമുണ്ടാക്കാനുള്ള ഒരു സ്കോപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയൊരു പോരാട്ടം തന്നെയാണ് BJP ഇവിടെ മമതാ ബാനർജിക്കെതിരെ കാഴ്ചവെക്കുന്നത്. മമതാ ബാനർജി ആണെങ്കിൽ 1ാം ഘട്ടത്തിന് ശേഷം പരമാവധി ബംഗാളി വികാരം ഇളക്കി വിടാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP വളരെ കെയർഫുള്ളായിട്ടാണ് ഇത്തവണ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണത്തെ പാളിച്ചകളൊന്നും അവർ കൊണ്ട് നടക്കാതെ പുതിയ രീതിയിൽ ഈ ബംഗാളി പ്രൈഡൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ ആ ഒരു പ്രകോപനങ്ങളിലൊന്നും വീഴാതെയാണ് BJP മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ എന്തൊക്കെ പാളിച്ചകൾ നേരിട്ടോ അതെല്ലാം അതിജീവിച്ചു വളരെ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് എന്നുള്ള രീതിയിൽ വികസന മുരടിപ്പ്, സാധാരണക്കാരുടെ വിഷയങ്ങൾ, ഇതെല്ലാം ഉയർത്തിയാണ് BJP കൊൽക്കത്തയിലും ഹൂഗ്ലിയിലും ഹൗറയിലൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെയൊക്കെ ഒരു ജനങ്ങളുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് പ്രചരണത്തിൽ, BJPയുടെ പ്രചരണത്തിൽ പലയിടങ്ങളിലും വലിയൊരു മുന്നേറ്റമൊക്കെ പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. പിന്നെ ഈ സ്റ്റാറ്റ്സും ഫിഗേഴ്സൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ കുറേ കെമിസ്ട്രിയാണ്, അണ്ടർ കറൻസ് ആണ്. അപ്പോൾ ഇതെല്ലാമാണ് ഫൈനലായിട്ട് ജഡ്ജ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു വിഭാഗം ബംഗാളി പൊളിറ്റിക്കൽ അനലിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SIR അവിടെ ഒരു വലിയ ചർച്ച തന്നെയാണ്. അതിപ്പം BJPക്ക് അനുകൂലമായിട്ടാണ് വോട്ടർ ഡിലീഷൻ വരുന്നതെങ്കിൽ പോലും അത് സാധാരണക്കാരിടയിൽ ഒരു കൗണ്ടർ ഒരു നെറേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള ഒരു വിലയിരുത്തൽ ഈ ബംഗാളി അനലിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. അതായത് SIRനെതിരെയുള്ളൊരു ജനവിധി ചിലപ്പോൾ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് 2ാം ഘട്ടത്തിലായിരിക്കും. കാരണം മമതാ ബാനർജിയുടെ കോട്ടകളാണ് പല സ്ഥലങ്ങളും. ഭദ്രലോകിനിടയിലൊക്കെ ഈ ഒരു വികാരമുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഭദ്രലോക്, അതായത് ചാറ്റർജി, ബാനർജി, മുഖർജി എന്നൊക്കെ പറയുന്ന ഫോർവേഡ് കാസ്റ്റ് വിഭാഗക്കാർ ഇത്തവണ മമതാ ബാനർജി
കൈവിട്ടല്ല, പൂർണ്ണമായിട്ടല്ല, ഒരു നല്ലൊരു വിഭാഗം മമതാ ബാനർജിയെ കൈവിട്ട് BJPയിലേക്ക് എത്തുമെന്നുള്ള ഒരു അനാലിസിസും മറുഭാഗത്തുണ്ട്. എന്തായാലും SIR ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയായിരിക്കും. അത് എങ്ങനെ പോസിറ്റീവാണോ നെഗറ്റീവാണോ, അതിപ്പോൾ BJPക്ക് അനുകൂലമായിട്ടാണോ വരിക, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് അതൊരു അനുകൂല ഘടകമായിട്ട് മാറുമോ, ആളുകൾക്കിടയിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നല്ലൊരു ഫൈറ്റ് തന്നെ BJP ഇത്തവണ അവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ BJPക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, പ്രതീക്ഷിച്ച പോലെ സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് വളരെ സജീവമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫേസിലും ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ഫേസിൽ ഒരു മൊമെൻറ്റം ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് ഫേസിലും തുടരാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈൻ ആണെങ്കിൽ പോലും, ഫാക്ടേഴ്സൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ജനങ്ങൾക്ക് പൊതുവെ ബംഗാളിലെ ജനങ്ങൾക്കൊരു വികാരമുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ആ വികാരം തന്നെയായിരിക്കും സെക്കൻഡ് ഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിലും റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മമതാ ബാനർജി സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വെല്ലുവിളിയാണ് BJPയുടെ ഭാഗത്തു നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ഏത് രീതിയിൽ ജനങ്ങൾ കാണും എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ സാധിക്കില്ല. നമുക്ക് ഈ ഒരു ട്രെൻഡ്സ് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, BJP നല്ല ഫൈറ്റ് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ്സിന് കൊടുക്കുന്നത്. ചെറിയൊരു എഡ്ജ് സൗത്ത് ബംഗാളിൽ എന്തായാലും തൃണമൂൽ കോൺഗ്രസ്സിന് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മൃഗീയ വിജയം, അതായത് വലിയൊരു വിജയം, അതായത് 120-ലധികം സീറ്റുകളൊക്കെ നേടിയുള്ള ഒരു വിജയം ഇത്തവണ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഒരുവിധം അനലിസ്റ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. എക്സിറ്റ് പോളുകൾ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഈ ഒരു വിഷയത്തിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.